വെൽക്കം ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതിനകത്ത് മെയിൻലി നമ്മൾ ഓട്സും ചിയ സീഡ്സും ഉപയോഗിച്ചിട്ടുള്ള 3 വേർഷനിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ജാർ എടുക്കാം. ഈ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓട്സ്. ഓട്സിൽ ധാരാളം ഫൈബർ ഉണ്ട്, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളതാണ്. കൂടാതെ നമുക്ക് എപ്പോഴും നല്ല ഫുള്ളായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ഒരുപാട് പരിചരിച്ച് കഴിക്കേണ്ട വരത്തില്ല, ഫില്ലായിട്ടിരിക്കും. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഓട്സ്, ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ്. ചിയ സീഡ്സും വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സീഡ്സാണ്. ധാരാളം ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം ഉള്ള സീഡ്സാണ്. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ ഇത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒഴിച്ചു വെക്കാൻ പോകുന്നത് വെള്ളമാണ്. അപ്പം ഇത് ഞാൻ എടുത്തേക്കുന്ന ഒരു 12 ഔൺസിൻ്റെ ഗ്ലാസ്സാണ്. 1.5 കപ്പ് കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ്സാണ്. 1 കപ്പ് വെള്ളം ചേർക്കാം. മെഷർ ചെയ്ത് ഒഴിക്കുക. 1 കപ്പ് വെള്ളം. ഇപ്പോൾ ചിയ സീഡ്സിന് ഒരു ജെല്ലിങ് പ്രോപ്പർട്ടി ഉണ്ട്. നന്നായിട്ട് ജെല്ല് പോലാവും, കട്ടയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മിക്സ് ചെയ്ത് അടച്ച് നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആണല്ലോ. അപ്പോൾ രാവിലെ ആകുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുക. ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് നമ്മൾ വെക്കുക. അപ്പോൾ ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ ഇതേപോലെ നല്ല സെറ്റായിട്ടിരിക്കും. ഇതിനകത്താണ് നമ്മൾ ബാക്കി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് രാവിലെ ആകുമ്പോൾ നിങ്ങൾ ഇതിനകത്തേക്ക് തേങ്ങാപ്പാലോ ആമണ്ട് മിൽക്കോ സോയ മിൽക്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് കാണിക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഇതാണ് നമ്മുടെ മെയിൻ സാധനം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നത്, തേങ്ങാപ്പാലിൻ്റെ കൂടെ കൊടുക്കാൻ പോകുന്നത് മാംഗോസ്, നല്ല മധുരമുള്ള മാംഗോസ്. കുറച്ച് ഗ്രേപ്സ്, കുറച്ച് ആമണ്ട് ഫ്ലേക്സ് ആണ് അമച്ചൂടെ കൊടുക്കുക. ഇത് കഴിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. മാത്രമല്ല നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. സമയമൊന്നും ഇല്ലാത്തപ്പോൾ എപ്പോഴും തലേദിവസം നിങ്ങൾക്ക് ഇത് ചെയ്ത് വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുത്ത് വെച്ച് മിക്സ് ചെയ്ത് കഴിക്കാം. ഇത് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ. നമ്മുടെ ഓപ്ഷൻ 2, ഇത് നമ്മൾ പാല് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ 4 ടേബിൾ സ്പൂൺ ഓട്സ്, 1.5 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ്, ഇത് തിളപ്പിച്ച് ആറിച്ച പാലാണ്. ചെറിയ ചൂടോടെ ഒഴിച്ചാലും പ്രോബ്ലം ഇല്ല. 1 കപ്പ് പാല് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് ആക്കി വെക്കുക. ഇതെല്ലാം തലേദിവസം ചെയ്യേണ്ട വർക്ക്. അപ്പോൾ നെക്സ്റ്റ് ആകുമ്പം ഇത് നല്ല തിക്കായിട്ടിരിക്കും. നമ്മൾ ആദ്യം എടുത്തതിൻ്റെ അത്രയും തിക്കല്ല, എന്നാലും അത്യാവശ്യം തിക്കാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഡേറ്റ്സ്. ഒരു 5-6 ഡേറ്റ്സ് ഫൈൻ ചോപ്പ് ചെയ്ത് അതിനകത്തേക്ക് ചേർക്കാം. അഞ്ച് ആമണ്ട്സ്, 1 ടേബിൾ സ്പൂൺ റൈസിൻസ്. നമുക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. ഞാൻ കുറച്ച് ഗുവാവ, പേരയ്ക്ക, പേരയ്ക്കായും ഡേറ്റ്സും ആമണ്ട്സും ഇട്ട് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ഇതിനകത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗുവാവ ഇല്ല, പേരയ്ക്ക ഇല്ല, അതിന് പകരം വേറെ ഫ്രൂട്ടാണ് ഉള്ളതെങ്കിൽ ആപ്പിളോ എന്താ വെച്ചാൽ
ഉള്ള കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്താ വെച്ചാൽ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ വേറെ മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇതിനകത്ത് നമുക്ക് ഡേറ്റ്സിൽ നിന്നുള്ള മധുരം കിട്ടും. അപ്പോൾ ആ ഒരു മധുരത്തിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളൊരു ഹെൽത്തിയർ ഓപ്ഷനാണല്ലോ ചെയ്യുന്നത്. അടുത്ത നമ്മുടെ തേർഡ് ഓപ്ഷന് വേണ്ടിയിട്ട് അടുത്ത മേസൺ ജാർ എടുക്കാം. ഇത് മേസൺ ജാർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും അടയ്ക്കാൻ പറ്റിയ എന്ത് പാത്രത്തിലും നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓട്സ്, ഇവിടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് മതി, 1/2 ടേബിൾ സ്പൂൺ തൈര്, 1 കപ്പ് പാല്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് തൈരും കൂടെ ഒഴിച്ചേക്കുന്നതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് സെറ്റ് ആവുന്നത് ഇതായിരിക്കും. ഇത് നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ ഇത് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ തൈര് ഒഴിച്ചാണല്ലോ, അപ്പോൾ ഒഴിക്കുന്ന പോലെ തന്നെ ഒഴിക്കുന്ന പാലിന് ചെറിയൊരു ചൂട് വേണം. കൂടാതെ 1 മണിക്കൂറെങ്കിലും മിനിമം പുറത്ത് വെക്കുക. പുറത്ത് വെച്ച ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഇതേപോലെ നല്ല സെറ്റായിട്ട് കിട്ടും. നല്ല തിക്കാണ്. തൈര് ചേർത്തേക്കുന്നുണ്ട് മധുരം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ചേർക്കാം, അല്ല നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഡേറ്റ്സ് ഒക്കെ ചേർത്താലും മതി. പിന്നെ ടെക്സ്ചർ ഉണ്ട്, ഇത്രയും തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് മധുരത്തിന് വേണ്ടി ആദ്യം കുറച്ച് ഹണി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഹണി, പപ്പായ, കുറച്ച് വാൾനട്ട്സ്, കുറച്ച് റൈസിൻസും കൂടെ ആഡ് ചെയ്യുക. ഇപ്പോൾ സ്ട്രോബെറീസ് ഒക്കെ ഉള്ളപ്പം സീസണായിട്ടുള്ള സമയത്ത് സ്ട്രോബെറീസ് ഉപയോഗിക്കാം. കിവി കയ്യിലുള്ളത് കൊണ്ട് കിവിയും കൂടെ ആഡ് ചെയ്യാം. ഏതാ ഫ്രൂട്ട്സ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം. നമ്മൾ കുറച്ച് കിവിയും കൂടെ ചേർത്ത് എപ്പോഴും നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും അതിനകത്ത് നട്ട്സ്, എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള ഒരു കോമ്പിനേഷനിൽ ചേർക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ചെയ്യാം. നമ്മുടെ ഈ ഈസി ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണാനുള്ള ഭംഗിക്ക് കൂടിയിട്ടാണ് നമ്മൾ ഒത്തിരി നിറച്ച് വെച്ചേക്കുന്നത്. ഇത്രയും നിറയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് മിക്സ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് എപ്പോഴും വെക്കുക, അല്ലെങ്കിൽ സ്പില്ലായി പോകുമല്ലോ. അപ്പോൾ അത് കണക്കാക്കി വേണം ഇതിനകത്തേക്ക് ഫ്രൂട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിതിനകത്ത് ഷുഗറോ ഒന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ചേർക്കാം. കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗറിന് പകരം ഡ്രൈ ഫ്രൂട്ട്സ് ഇടുക. അപ്പോൾ അതിൻ്റെ ഒരു മധുരം കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനെ സപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ഓപ്ഷനാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ എല്ലാം ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.